ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അരോമിക് ഹെർബൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു സോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മഞ്ചിഷ്ടയുടെ സോപ്പ്. അത് ഡാമേജ് ആയിപ്പോയി. അതിനുശേഷം നമ്മൾ കുറച്ച് പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു എക്സ്പെരിമെൻ്റൽ അടിസ്ഥാനത്തിൽ, അതായത് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മൾ വേറൊരു മെത്തേഡ് പ്രകാരം, ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരം നമ്മൾ സോപ്പ് വീണ്ടും അത് റെഡിയാക്കിയിട്ട് ഒരു മോൾഡിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സോപ്പിൻ്റെ എന്താ പറയുക, സോപ്പ് എന്തായി എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ തന്നെ അതിൻ്റെ ബാക്ക് ഭാഗമൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ അല്ലേ ആ വീഡിയോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ, എങ്ങനെയാണ് ഞാൻ ആ ഡാമേജായി പോയിട്ടുള്ള സോപ്പിൽ ഇങ്ങനെയെങ്കിലും ആക്കി എടുത്തത് എന്നറിയണമെങ്കിൽ നിങ്ങൾ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഉണ്ട്, അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ ചാനലിൽ. അപ്പോൾ ഇതാണ് കണ്ടോ, ഇന്ന് ഞാൻ ആദ്യം ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇത് നമുക്ക് സെയിൽ ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ക്യൂറിങ് പീരീഡൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല സോപ്പ് തന്നെയാണ്. നമ്മൾ കാൽക്കുലേഷനിൽ കുറച്ച് മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയത് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഈ ഒരു മോൾഡിൽ നിന്ന് സോപ്പ് വേർതിരിച്ചെടുക്കുക കേട്ടോ. ഈ ഒരു മോൾഡിൽ ഇങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഓയിലൊക്കെ ഉണ്ട്. ഇതേപോലെ ഒന്നും അല്ലായിരുന്നു, നല്ല രീതിക്ക് ഓയിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കോരി എടുത്ത് ഒഴിവാക്കിയതാണ്. അതൊക്കെ നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഫിനിഷും കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനോട് ഡിസൈൻ പോലെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ. മേലെ ഭാഗം ഇത് നല്ല രീതിക്ക് പ്രസ് ചെയ്തിട്ട് വേണം ഇനി നമുക്കിത് ക്യൂറിങ് പീരീഡിലേക്ക് വെക്കാം. ഒരു 30 to 45 ദിവസം വരെ നമ്മൾ ക്യൂറിങ്ങിന് വിടും. നമ്മൾ ഉണ്ടാക്കുന്ന കോൾഡ് പ്രോസസ് സോപ്പ് എല്ലാം തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ദിവസം നമ്മൾ സെറ്റാക്കി വെക്കുന്ന ആ ഒരു ദിവസത്തെ ഡേറ്റ്, പിന്നെ നമുക്ക് ക്യൂറിങ്ങിന് 30 ദിവസമാണോ അല്ലെങ്കിൽ 45 ദിവസം വരെ വെക്കുന്നുണ്ടോ എന്നാണോ നമ്മൾക്ക് ഇത് എടുക്കേണ്ടത്, സെയിൽ ചെയ്യാൻ പാക്ക് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് എന്നുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ എഴുതി സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള കാസ്റ്റിക് സോഡ അതിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ട് അത് സോപ്പായിട്ട് മാറാനുള്ള ഒരു ടൈമാണ് നമ്മൾ കൊടുക്കുന്നത്. സോപ്പ് സെറ്റ് ആവാനുള്ള ടൈം, അതിനുശേഷം മാത്രമേ നമ്മൾ സോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ മോൾഡ് കഴുകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ്. Find the one, you should never give her up. I think it's the way life changes when in love, yeah. I surround my soul with the positivity. That's why I don't worry about the things that I don't see, yeah. These days I don't worry about much. I think we should have some more fun. അപ്പോൾ നമ്മുടെ സോപ്പ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഞാൻ ഇങ്ങനെ ആക്കി വെച്ചതാണ് കേട്ടോ. ഒരു ഡിസൈൻ പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒരു മോൾഡ് മൊത്തമായിട്ട് നിറയ്ക്കാനുള്ളതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം നോർമലായിട്ട് നമ്മൾ കോൾഡ് പ്രസ് സോപ്പ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ അല്ലല്ലോ നമ്മളിത് ചെയ്തത്. അപ്പോൾ വല്ലാതെ കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യൂറിങ്ങിന് വിടണം. ഡെയിലി സോപ്പ് തിരിച്ചും മറിച്ചൊക്കെ വെച്ച് 45 ദിവസം വരെ ഒപ്പിക്കണം. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ കളറും ഈ ഒരു ഭംഗിയും കണ്ടിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. കഴിക്കാനുള്ള എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചതുപോലെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 45 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാം. ഞാൻ അന്നേരം വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഫോമിങ് കാര്യങ്ങളൊക്കെ ഞാൻ അന്നേരം പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഞാനിത് കാണിച്ചു തരണമല്ലോ എന്ന് ഓർത്തിട്ടെടുത്തതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. പിന്നെ നമ്മുടെ ചാനലൊരു സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ, അതും കൂടി എല്ലാവരും കാണണം. സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ആ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് വളരെ സ്പെഷ്യലാണ്. എനിക്ക് വളരെ 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 സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.